ഈ RSSൻ്റെ പരിപാടിയിൽ പ്രത്യേകിച്ച് മോഹൻ ഭാഗവതിൻ്റെ പ്രഭാഷണ സഭയിൽ കേരളത്തിലെ 3 VC-മാരാണ് പങ്കെടുത്തത്. അത് ഗുരുതരമായൊരു വീഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഈ RSSൻ്റെ സർസംഘചാലക് പങ്കെടുക്കുന്ന ഒരു പ്രഭാഷണ പരിപാടിയിൽ അതിനകത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പങ്കെടുക്കുന്നത് ഇത് ഗവൺമെൻറ് സർവീസിലുള്ള ആളാണെങ്കിൽ പോലും നിയമപരമായി യാതൊരു തടസ്സവുമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അല്ല. ഒന്ന്, ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഹെഡാണ് RSS സർസംഘചാലക്. മാത്രമല്ല കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൻ്റെ പരിപാടിയിലും ശാഖകളിലും പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുമുണ്ട്. കാരണം ഇത് വളരെ ഒരു പഴയൊരു വിഷയമാണ്. RSSലെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. RSSുമായിട്ട് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം പേരും ഗവൺമെൻറ് സർവീസിലുള്ളവർ തന്നെയാണ്. ഇത് കേരളത്തിലെ ഈ വിവാദം മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു രാജാവിനേക്കാളും രാജഭക്തി കാണിക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി അനാവശ്യമായി ഉണ്ടാക്കിയതാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലിരിക്കുന്ന ഒരാളെന്നും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയക്കാർക്ക് പറയാം, KPCC പ്രസിഡന്റിന് പറയാം, അല്ലെങ്കിൽ മറ്റ് CP ഇടതുപക്ഷക്കാർക്ക് പറയാം. കാരണം ഇടതുപക്ഷത്തിൻ്റെ സമയത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പല വൈസ് ചാൻസലർമാരും ഇതിനു മുമ്പ് സർസംഘചാലക് കേരളത്തിൽ വന്ന സമയത്ത് പങ്കെടുത്തിരുന്നു. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന 2-3 പ്രോഗ്രാംസ് ഉണ്ട്. കേരളത്തിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള സർവകലാശാലയുടെയും ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെയും VC ആയിട്ടുള്ള മോഹൻ കുന്നുമേൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനു മുമ്പും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊന്ന്, ഇതിലവർ നമ്മൾ കല്യാണത്തിനെയൊക്കെ ക്ഷണിച്ച് പോകുന്നത് പോലെ അവിടെ പങ്കെടുക്കുന്നതല്ല. ഇവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന്, പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കും പങ്കെടുക്കാവുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ പാർട്ടിയുടെ തലത്തിൽ ഒരു വലിയൊരു സെമിനാർ, നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാർ നടത്തുകയാണ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാം. ഒരു വിഷയത്തിൽ പങ്കെടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പം ആ വിഷയം എന്തെന്നുള്ളതാണ് പ്രധാനം. കാരണം അതേസമയം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി പങ്കെടുക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത്. ഇത് എന്തിനാണ് ഇത് വിമർശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മുസ്ലിം ലീഗിൻ്റെ മിനിസ്റ്റേഴ്സ് ഒന്നും കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ഇന്നും മിനിസ്റ്റർ ഷാജിയോട് ചോദിച്ചപ്പോൾ പുള്ളിയെ ഒന്നും പറയാതെ പോകുക ചെയ്തത്. അത് ബോധപൂർവം മുസ്ലിം ലീഗ് മിനിസ്റ്റേഴ്സ് നിഷ്പക്ഷത പാലിക്കുകയും എന്നാൽ അതേസമയം കോൺഗ്രസിൻ്റെ നിന്ന് പ്രതികരണം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അത് മാപ്പ് പറയണം എന്നുള്ള തലത്തിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിലെങ്ങനെയാണ് മാപ്പ് പറയേണ്ടത്? മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രി തന്നെ മുമ്പ് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് RSSുമായി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് നമ്മൾ ഒരുപാട് കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. നേരത്തെ RSSൻ്റെ ഒരു വേദിയിൽ പരവൂർ പങ്കെടുത്തതിൻ്റെ ഫോട്ടോയും ഒക്കെ വ്യാപകമായി വരികയുണ്ട്. പഴയ കാലത്താണ്, പഴയ ഒരു വിഷയമാണെങ്കിൽ പോലും. അപ്പോൾ RSS ഇന്ത്യയിൽ ഇന്ന് സമസ്ത മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഒരു പാരൻ്റ് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു മദർ ഓർഗനൈസേഷൻ എന്ന് പറയാം. കാരണം RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി 22ഓളം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വലിയൊരു ശതമാനം ഗവർണർമാർ, അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയിട്ടുള്ള പ്രമുഖരായവരൊക്കെ RSSുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവരാണ്. RSSൻ്റെ പ്രചാരകനായി വർക്ക് ചെയ്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ 12 വർഷം. അപ്പോൾ അതിനു മുമ്പ് തന്നെ 2001 മുതൽ അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പം എന്തിനാണ് കേരളത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് എനിക്ക് വളരെ ബാലിശമായി തോന്നി മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-നും പ്രതിപക്ഷത്തിനും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. മറ്റ് സംഘടനകൾക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് പ്രതികരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ അവർ പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും, കാരണം ഇവരുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആൻസറബിൾ ആകുന്നത് ചാൻസലറോടാണ്. പിന്നീട് വരുന്നത് പ്രോ ചാൻസലറാണ്, അത് മന്ത്രിയാണ്.
അപ്പം ചാൻസലറാണ് അങ്ങനെയാണെങ്കിലും ഇതിന് അഭിപ്രായം പറയേണ്ടത്. ഇനി ചാൻസലർ തന്നെ അറിയപ്പെടുന്ന ഒരു RSSകാരനാണ്. ചാൻസലർ എന്ന് പറഞ്ഞാൽ കേരള ഗവർണർ. ഗവർണർ ഇതിനകത്ത് ഒന്നും സർക്കാരിന് നേരെ ഒന്നും തിരിഞ്ഞിട്ടില്ല. ഇല്ല, ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വ്യക്തി സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വകാര്യമായി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാം. അതിൽ വിവാഹം ഉൾപ്പെടെ ഏത് പൊതുപരിപാടിയിലും പങ്കെടുക്കാം. ഇനി സമാന്തരമായിട്ട് തന്നെ സെമിനാർ പോലെയുള്ള ബൗദ്ധികമായിട്ടുള്ള വിഷയങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഭരണകൂടത്തെ എതിർക്കുന്ന തരത്തിലേക്ക്, ഭരണത്തിനെതിരായി ജനങ്ങളെ ഇളക്കി വിടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്നുള്ള തലത്തിൽ വരുന്നത്. അത് നമ്മൾ നിയമത്തിൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് അത് അനുവദനീയമല്ല. അതേസമയം തന്നെ ഇന്ത്യയിലെ പല സർവകലാശാലകളിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, മുരളി മനോഹർ ജോഷി, അദ്ദേഹം അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്ന ഒരാളാണ്. അതുപോലെ മറ്റു പല വടക്കേ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇങ്ങനെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ഗവൺമെൻറ് ശമ്പളം വാങ്ങുന്നു, ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. അത്തരമൊരു ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് വിമർശിക്കുന്നു. നാളെ ജമായത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുടെ ഒരു മീഡിയ നടത്തുന്ന ഒരു കോൺക്ലേവിൽ ഒരു വൈസ് ചാൻസലർ പങ്കെടുത്താൽ മുഖ്യമന്ത്രി എതിരഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത്, മുസ്ലിം ലീഗിൻ്റെ ഒരു അക്കാഡമിക് ലെവലിൽ അവർ ഏതെങ്കിലും ഒരു കോൺക്ലേവ് നടത്തുന്നു, അല്ലെങ്കിൽ നമുക്കറിയാലോ ഇപ്പം പല മാധ്യമ സ്ഥാപനങ്ങളിലും എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്താറുണ്ട്. മറ്റു പലതരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ മീഡിയ നടത്തുന്നുണ്ട്. അതുപോലെ നാളെ മീഡിയ ഓൺ ചാനൽ ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞാൽ ഒരു വൈസ് ചാൻസലർ പങ്കെടുത്താൽ കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെ വിമർശിക്കുമോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിമർശിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു മാന്യതയുടെ രീതി എന്ന് പറയുന്നത് ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇത്തരം വ്യക്തിപരമായി ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല നിയമപരമായിട്ട്. അതേസമയം നമ്മളൊരു ജനാധിപത്യ ബഹുകക്ഷി സംവിധാനമുള്ളൊരു രാഷ്ട്രീയ വ്യവസ്ഥ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ പ്രചരണ പരിപാടികൾക്ക്, അവരുടെ ജനകീയ പരിപാടികളിൽ ഒരു വൈസ് ചാൻസലർ പങ്കെടുക്കുന്നത് ഗുണകരമല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ അത് ഡയറക്റ്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുമ്പോഴാണ്. ഡയറക്റ്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി തന്നെ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പരിപാടികളെല്ലാം പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആകണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളും യുവജന വിഭാഗങ്ങളും അവരുമായിട്ടുള്ള പോഷക സംഘടനകളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ CPM-ന്റെ EMS അക്കാദമി നടത്തുന്ന ഇതുപോലുള്ള സെമിനാറുകളിലൊക്കെ പലരും പങ്കെടുക്കാറുണ്ട്. അല്ല, CPM-ന്റെ മാത്രമല്ല, SFIയുടെ തന്നെ ഇപ്പം സംസ്ഥാന തലത്തിൽ അത് സെമിനാർ ടൈപ്പ് പ്രോഗ്രാംസിൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുണ്ട്. അത് പരസ്യമായിട്ട് തന്നെ ഇപ്പം രാജൻ ഗുരുക്കളെ പോലെയുള്ള, KN പണിക്കരെ പോലുള്ള വൈസ് ചാൻസലർമാരൊക്കെ വളരെ പരസ്യമായ രാഷ്ട്രീയ നിലപാടിലെടുക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സർസംഘചാലകൻ്റെ പ്രോഗ്രാമിൽ ഈ വൈസ് ചാൻസലർമാർ അവരെ ക്ഷണിച്ചത് പ്രകാരം അവിടെ പോയിരുന്ന് ആ പ്രസംഗം കേട്ട് അവർ വീട്ടിൽ പോകുകയാണ് ചെയ്തത്. അവർ യാതൊരു തരത്തിലുമുള്ള മറ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്തില്ല. മറ്റൊന്ന്, ഇതൊരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. കാരണം അത് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇലക്ഷനിൽ RSS പ്രവർത്തിക്കുന്നില്ല. അപ്പം ഇവരുടെ ഒരു കേരളത്തിൻ്റെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് RSSനെ ഒരു വലിയ ഭീകരമായ രൂപമാക്കി കേരളത്തിൽ അവതരിപ്പിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം 2014 ശേഷം ഉണ്ടായ മാറ്റം ഇന്ന് കേരളത്തിലും പ്രകടമായി. കേരളത്തിൽ ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് എലക്റ്റഡ് MP ഉണ്ട്, നിയമസഭയിൽ 3 പേര് പ്രതിപക്ഷ നിരയിലുണ്ട്. ആ തരത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ പോലും ഇന്ന് അത്തരം ഒരു ഐത്തമില്ല. ഒരുപക്ഷെ 10-20 വർഷം ഇവർ ഈ ഒരു പ്രചരണത്തിലൂടെയാണ് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണ് ഇത്തരം ഒരു പ്രചരണം, RSSനെതിരായ പ്രചരണം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. കാരണം അതിന് പ്രധാന കാരണം
ഏതാണ്ട് 49% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ കോൺഗ്രസ് ആണോ CPM ആണോ RSSനെ വിമർശിക്കുന്നതിൽ ഒന്നാമൻ എന്നുള്ള ഒരു മത്സരം അവർ തമ്മിലുണ്ടായിരുന്നു. ഇപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏത് പ്രസംഗത്തിലും അദ്ദേഹം അനാവശ്യമായി RSSനെ കൊണ്ടുവരാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പ്രീണിപ്പിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ താൻ ഇടതുപക്ഷത്തെക്കാളും കൂടുതൽ RSS വിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ഉണ്ടാകുകയും ചെയ്തു. കാരണം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്ത നേതാവ് VD സതീശനായിരുന്നില്ല മുഖ്യമന്ത്രി ആകാനായിട്ട്. അപ്പം അതിൻ്റെ ഹൈക്കമാൻഡിൻ്റെ താല്പര്യവും VD സതീശനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി RSS വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ RSSനെതിരായ പ്രചരണത്തിൽ മുന്നിൽ നിന്നതിൻ്റെ ബെനിഫിഷ്യറിയാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ചില കോണുകളിൽ നിന്നുമൊക്കെ VD സതീശന് ഉണ്ടായ പിന്തുണയും അദ്ദേഹം മുഖ്യമന്ത്രി ആയതും. ഒരുപക്ഷെ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടായിരിക്കും അദ്ദേഹം RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത അത് ഒരു പ്രഭാഷണ പരിപാടി ഒരു ഒറ്റ പ്രഭാഷണം മാത്രമാണുള്ളത്. ആ ഒരൊറ്റ പ്രഭാഷണം കേൾക്കാൻ പോയ അത് ക്ഷണിച്ചിട്ട് പോയതാണ്. അപ്പോൾ ക്ഷണിച്ചിട്ട് ഒരാളിന് പോകാന്ന് പറയുന്നില്ല, അതിന് ഒരാളിൻ്റെ പെർമിഷൻ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അവരോട് ഏതെങ്കിലും തരത്തിൽ അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കാൻ യോഗ്യതയുണ്ടെന്ന് പറയുന്നത് ചാൻസലറാണ്. അല്ലെങ്കിൽ ചെയ്യാവുന്നുള്ളത് മിനിസ്റ്റർക്ക് ചാൻസലർ കത്തയക്കാം. അത്തരം തരത്തിലേക്കുള്ള ഇടപെടുന്നത് ഇതുപോലെ പരസ്യമായി ഒരു മുഖ്യമന്ത്രി ഇടപെടുന്നത് അത് ഒരു മര്യാദകേടാണ്. നമ്മുടെ കാരണം അതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയുമല്ല. BJPയുടെ ഫോറത്തിലാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ഇങ്ങനെ പോയി എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. RSSന് ഇന്ന് ഔദ്യോഗികമായിട്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ തന്നെ ജീവനക്കാർക്ക് RSSൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സം ഇന്ത്യയിൽ നിലവിലില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിക്കുക ആണ് അദ്ദേഹത്തിൻ്റെ മര്യാദ. കാരണം കേരളത്തിലെ ഒരു പൊതു സമൂഹത്തിൽ അത്തരം ആവശ്യമില്ലാത്ത ചർച്ചകളും സംവാദങ്ങളും ഒഴിവാക്കാൻ അത് ഗുണം ചെയ്യും.